ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധി ദിവസത്തിനെ ആഘോഷമാക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫാമിലി ട്രിപ്പാണെന്ന് ചുമ്മാ ഒരു പാർക്കിലോട്ട്. അപ്പോൾ വഴിയിൽ കണ്ടതെല്ലാം കണ്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ഫാൻറ്റസി പാർക്കിലെത്തി. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കടന്നു. എന്ത് മനോഹരമല്ലേ, നല്ല ചന്തമുണ്ടായിരുന്നു പുറത്തുനിന്ന് ഉള്ളിലേക്ക് എത്തുമ്പോഴുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം എവിടേക്കാണ് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അങ്ങനെ ആദ്യത്തെ റൈഡിക്ക് ഞങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ നല്ല ക്യൂ ഉണ്ട്, തിരക്കുണ്ട്. അങ്ങനെ പിന്നാലെ പിന്നീട്ട് പോയി നിന്നോ. ആൾക്കാർ കൂടി വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരുത്ത പേടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇടയിൽ അടുത്ത റൈഡിക്ക് പോയി ഞങ്ങൾ. ഇത് നമ്മൾ ഒഴിഞ്ഞു നിന്നോ. ചിലപ്പോൾ രാവിലെ കഴിച്ചൊക്കെ പുറത്തേക്ക് വരും പറഞ്ഞിട്ട് വലിയ ആളെ മാത്രം വിട്ടു. അടുത്തേക്ക് എത്തി. ഇതിൽ ഞാൻ കയറിയില്ല കേട്ടോ, കുട്ടികളെ മാത്രം കയറ്റി വിട്ടു. ഇത് വലിയ കുഴപ്പമുണ്ടായില്ല. ഒരു ട്രെയിന് പോലൊരു സംഭവം അതിൽ കയറ്റി ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താൽ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി അടുത്ത ഇതിൽ കയറിട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇതിൽ കയറി. പിന്നെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും നല്ല തിരക്ക്. അപ്പോൾ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ദാഹമൊക്കെ ഉണ്ടായിരുന്നു. ദാഹം ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് ചുറ്റിതാ ചെറിയൊരു തോണി പോലുള്ള സംഭവം, ചെറിയ കുട്ടികളല്ലേ അവർ വെച്ചതാണ്. അങ്ങനെ അടുത്തെത്തിയപ്പോൾ അടിപൊളി. ഞങ്ങൾ എന്നിട്ട് ഇതിലെങ്കിലും കയറി വേറൊരാളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. ഇതുണ്ടായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കയറി ഇത് ചെറിയ കുട്ടികളെ ഈ ഉള്ളിൽ കൂടെ കയറി ചാടി മറയുന്നത് അതിൽ പിന്നെ ആരും കയറിയില്ല. ഒരു ആനയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ അടുത്ത് കൂടെ പോയി പിന്നിങ്ങനെ വന്നു. അപ്പോഴേക്ക് ക്ഷീണിച്ചു. ഇത് കട്ട് ചെയ്തിട്ട് ഇടുന്ന വീഡിയോ. എല്ലാത്തിനും കുറേ നേരം കളിച്ചപ്പോൾ കുട്ടികൾ ക്ഷീണിച്ചു. പിന്നെ കുറച്ച് നേരം വന്നിരുന്നിട്ട് ഈ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ തുടങ്ങിയത്. കുഴലിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഷൂ ഒന്ന് ഉരിച്ച് വരിക. വരുന്നുണ്ട് ഒരാൾ. അതാ വരുന്നു പുറത്തേക്ക്. എന്നിട്ട് നേരെ ടോപ്പിക്ക് കയറാൻ പറഞ്ഞു. അവർ രണ്ടാളും കൂടെ അടുത്ത ടോപ്പിക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. ഉച്ചയായിട്ടപ്പോഴേക്കും ഊണയ്ക്കാൻ കയറി. നല്ല ഊണും കറി. വലിയ ആർഭാടമെന്നൊന്നും പറയാൻ പറ്റില്ല. സെൽഫ് സർവീസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ 3D അല്ല 6D അതിൽ കയറി. ഞാൻ ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സംഭവം. മറ്റേ ഇത് ഫുള്ള് ഗ്ലാസിൻ്റെ ഉള്ളിൽ LED ലൈറ്റ് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല ചന്തമുണ്ടായിരുന്നു. ഇതിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള സംഭവമാണ്. പക്ഷെ നമുക്ക് ഒന്നും അറിയില്ല, ഇവിടെ പോകേണ്ടതൊന്നും അറിയില്ല. റോട്ടിലും മുകളിലും സൈഡിലും ഒക്കെ ഒരേപോലെ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പല തരത്തിലുള്ള രണ്ട് മൂന്ന് തരത്തിലുള്ള LED കൊടുത്തിട്ടേ അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തപ്പോഴേക്കും പിന്നെ അടുത്തതിലേക്ക് കിടന്നപ്പോഴേക്കും വാതിലുകളുടെ എല്ലാ വാതിലുകളും ഒരേപോലെ. അങ്ങോട്ട് കിടന്നാൽ ചിലർ പോയി മുട്ടണം. ഗ്ലാസിൻ്റെ വാതിൽ പുറത്തേക്ക് പോകാനുള്ള വഴി അറിയാതെ കുറേ തപ്പി. പിന്നെ പിള്ളേർ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടന്നു അങ്ങോട്ട് ഇങ്ങോട്ടും. എല്ലാ വാതിലും എല്ലാ ജനലും ഒരേപോലെ. പിന്നെ എങ്ങനെയൊക്കെ കയറി പുറത്തേക്ക് ഇറങ്ങി. അടുത്ത് ഞങ്ങൾ മറ്റേ കാർ ഓടിക്കാൻ ഇറങ്ങി കേട്ടോ. എല്ലാവരും കയറി എല്ലാവരും ഓടിച്ചു. അങ്ങനെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴേക്കും എക്സെട്ര ഇവിടെ തപ്പുക. അങ്ങനെ കുറേ നേരം കാർ ഓടിച്ചു. ഇതൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ കയറുന്നതിന് മുന്നേ ഉണ്ടോ. വെള്ളത്തിൽ കയറുമ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ കയറിയിരുന്നു. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല. ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ക്രിസ്മസിൻ്റെ ഏകദേശം ആ സമയമായതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. കുറച്ച് നേരം അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വണ്ടികളേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇത് ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും വണ്ടികൾ ഫുള്ള് നിറഞ്ഞു. എത്ര വണ്ടികളാണ്, പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല, അത്ര വണ്ടികൾ. അങ്ങനെ തേരാപ്പാരയെ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.